ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഓൺലൈൻ അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് അവർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്സ് പഠിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്രോച്ച്മെൻറ്റും. അപ്പോൾ അത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് കോസ്റ്റ് അലോക്കേഷൻ. കോസ്റ്റ് അലോക്കേഷൻ ഈസ് ഡീൽസ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഹോൾ ഐറ്റം ഓഫ് കോസ്റ്റ്. കോസ്റ്റ് അലോക്കേഷനിൽ നമ്മളെ എല്ലാ ഐറ്റത്തെയും നമ്മൾ കൺസിഡർ ചെയ്യും. അതിൽ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് ഇറ്റ് ഈസ് ഡീൽസ് വിത്ത് ദ അലോട്ട്മെൻറ്റ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഐറ്റം ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ഐറ്റത്തിൻ്റെ പ്രൊപ്പോർഷൻ്റെ ബേസിൽ മാത്രമേ നമ്മളത് കൺസിഡർ ചെയ്യുള്ളൂ. ദെൻ കോസ്റ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോസസ്സാണ്. കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇൻഡയറക്റ്റ് പ്രോസസ്. കോസ്റ്റ് അലോക്കേഷൻ നെക്സ്റ്റ് നോക്കാം. കോസ്റ്റ് അലോക്കേഷൻ ഈസ് ദർ ഇസ് നോ നീഡ് ഓഫ് ചൂസ് എ ബേസ്. കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് ഈസ് ഡൺ ഓൺ സം സ്യൂട്ടബിൾ ബേസിസ്. അതായത് കോസ്റ്റ് അലോക്കേഷനിൽ എന്തിൻ്റെങ്കിലും ബേസിലല്ല അതിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റിൽ എന്തെങ്കിലും ബേസിൻ്റെ അടിസ്ഥാനത്തിൽ, ഫോർ എക്സാമ്പിൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുക. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസിൻ്റെ നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സാലറി കൊടുക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് റെൻറ്റ്, റേറ്റ്, ടാക്സ്. അതെന്തിൻ്റെ ബേസിലാണ്? ഫ്ലോർ ഏരിയയുടെ ബേസിലാണ് കൊടുക്കുന്നത്. അതുപോലെ ഡിപ്രീസിയേഷന് പവർ അല്ലെ ഹോഴ്സ് പവറിൻ്റെ ബേസിലാണ് പവർ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ എന്തിൻ്റെങ്കിലും ബേസിലാണ് എന്ത് ചെയ്യണത് നമ്മളെ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോസ്റ്റ് അലോക്കേഷൻ ഇസ് എ സിമ്പിൾ പ്രോസസ്. ദെൻ കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ഇറ്റ് ഈസ് ആക്യുറേറ്റ്, ഇറ്റ് ഈസ് ഓൺലി ഫോർ അപ്രോക്സിമേറ്റ്. കോസ്റ്റ് അലോക്കേഷന് ഈസിയാണ്, അതുപോലെ ആക്യുറേറ്റ് ആയിരിക്കും. കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്താണ്, ഒരു കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമായിരിക്കും കാണാം. നെക്സ്റ്റ് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റ് അപ്രോച്ച്മെൻറ്റ് എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിസ് ഓഫ് അപ്രോച്ച്മെൻറ്റ് ഓഫ് ഓവർ ഹെഡ്. കോമൺ എക്സ്പെൻസ് ഹാവ് ടു ബി അപ്രോച്ച്മേറ്റഡ് ഓൺ എ ക്വാണ്ടിറ്റേറ്റബിൾ ബേസിസ്. The following bases are most commonly employed for a overhead approachment. ഓക്കെ, കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെയൊക്കെ ബേസിലാണെന്ന് നോക്കാം. ഫ്ലോർ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് അപ്രോച്ച്മെൻറ്റ് ഓഫ് സർട്ടൻ എക്സ്പെൻസ് ലൈക്ക് റെൻറ്റ്, റേറ്റ്, ടാക്സസ്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ റെൻറ്റിൻ്റെ കേസ് എടുക്കുക. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു ഷോപ്പ് അല്ലെ, ഒരു റൂം എന്നാണ് നമ്മൾ പറയുക. ഒരു റൂമിന് 100 രൂപയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര ഫ്ലോർ ഏരിയക്ക് ഇത്ര സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ് റെൻറ്റ്. അങ്ങനെ 100 സ്ക്വയർ ഫീറ്റിന് 100 രൂപയാണ് റെൻറ്റെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിന് 200 രൂപയായിരിക്കും അതിൻ്റെ റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ടാക്സൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് രണ്ടാമത്തെ ഹെഡാണ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസിൽ എക്സ്പെൻസ് വിച്ച് ഡയറക്ട്ലി വേരിയിങ് വിത്ത് ദാറ്റ് വേജസ് പെയ്ഡ് ക്യാൻ ബി അപ്രോച്ച്മേറ്റ്. ഡയറക്റ്റ് വേജസ് അവരെ വർക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ടൈം ബേസ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ ബേസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ പീസ് റേറ്റഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ഡയറക്റ്റ് വേജസിൽ ചേഞ്ചസ് ഉണ്ട്. അപ്പം വേജസ് അവരെ എന്താണ് പെയ്ഡ് ക്യാൻ ബി അപ്രോച്ച്മേറ്റ് ഡയറക്ട്ലി വേരിയിങ് ചേഞ്ച് ആയിക്കൊണ്ട് ഇരിക്കും. ദ നമ്പർ ഓഫ് എംപ്ലോയീസ്, എക്സാമ്പിളായിട്ട് ക്യാൻറ്റീൻ എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസ്, മെഡിക്കൽ എക്സ്പെൻസ്. ഇപ്പോൾ ഒരു സ്ഥാപനം മെഡിക്കൽ എക്സ്പെൻസ് 10,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും മെഡിക്കൽ എക്സ്പെൻസ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എംപ്ലോയീസ് ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് വെൽഫെയർ എക്സ്പെൻസുകൾ വേണ്ടി വരും. അതേപോലെ നമ്പർ ഓഫ് ലേബേഴ്സ് അവർ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാലറീസ് ഓഫ് ഇൻസ്പെക്ടർ പറഞ്ഞാൽ അവിടെ ചെക്ക് ചെയ്യുന്ന ആളുകളെ, അതുപോലെ സാലറീസ് ഓഫ് സൂപ്പർവൈസർ ആൻഡ് അതർ ഓഫീസ് എക്സ്പെൻസ്. ദെൻ ക്യാപിറ്റൽ വാല്യൂ ഓഫ് അസറ്റ്, ഡിപ്രീസിയേഷൻ, റിപ്പയർ, മെയിൻ്റനൻസ്, ഇൻഷുറൻസ്, റെൻറ്റ് ആൻഡ് ടാക്സസ്. ഈ റെൻറ്റും ടാക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിൻ്റെ വാല്യൂ. ദ നമ്പർ ഓഫ് ഫ്ലൈറ്റ് പോയിൻറ്റ് അപ്രോച്ച്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ്. ദെൻ ഹോഴ്സ് പവർ എക്സ്പെൻസ് ഓൺ അപ്രോച്ച്മെൻറ്റ് ഓൺ ദ ബേസ് ഓഫ് ഹോഴ്സ് പവർ, HP ബേസിലാണ് കാൽക്കുലേറ്റ്. പിന്നെ അതുപോലെ ഒന്നും കൂടി സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ദ അബോവ് ബേസിസ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫോളോയിങ് ടേബിൾ. ഒന്നുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തു. എന്തിൻ്റെ ബേസിലാണ്? ഫ്ലോർ ഏരിയൻ്റെ ബേസിൽ. ഇപ്പോൾ ഞാനൊരു റൂമിന് 100 രൂപ കൊടുക്കുന്നെങ്കിൽ 2 റൂമിന് എന്ത് വേണ്ടി വരും? 200 രൂപ
കൊടുക്കേണ്ടി വരും. അതനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഓവർഹെഡ് ഈ ഫ്ലോർ ഏരിയയുടെ ബേസിലായിരിക്കും കൊടുക്കുക. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിങ്ങും അത് മെയിൻ്റനൻസും ബിൽഡിങ്ങും ഒക്കെ ഫ്ലോർ ഏരിയൻ്റെ ബേസിലാണ് കൊടുക്കുക. അതുപോലെ ഡിപ്രിസിയേഷൻ, മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അസറ്റിൻ്റെ വാല്യൂ. ഇപ്പോൾ 1,00,000 രൂപയുടെ അസറ്റിന് 10% ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്രയായിരിക്കും? 10,000 രൂപ ഉണ്ടായിരിക്കും. അതുപോലെ 2,00,000 അസറ്റിൻ്റെ വിലയെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ 20,000 രൂപ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അസറ്റിൻ്റെ വാല്യൂവിനനുസരിച്ചായിരിക്കും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ പവർ കാൽക്കുലേറ്റ് ചെയ്യുക. ഹോഴ്സ് പവർ ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഹോഴ്സ് പവർ ഇൻറ്റു അവേഴ്സ്, എത്ര മണിക്കൂറാണ് എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. ദെൻ സൂപ്പർവിഷൻ, ക്യാൻറ്റീന്, ടൈം കീപ്പിംഗ് എക്സ്പെൻസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ വെൽഫെയർ എക്സ്പെൻസ്, മെഡിക്കൽ എക്സ്പെൻസ്, നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലായിരിക്കും. ദെൻ ഓവർ ടൈം, ഡയറക്റ്റ് ലേബേഴ്സ് അവറിൻ്റെ ബേസിലായിരിക്കും. അതുപോലെ ESI, PF, ജനറൽ ഓവർഹെഡ്, ഡയറക്റ്റ് വേജിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, അതിൻ്റെ ആൻസർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. The production department, D and E are the service department. The following overhead expense incurred during ABCD എന്ന് പറഞ്ഞാൽ ABCDE എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിൽ ABC എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, Dയും Eയും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ ഓവർഹെഡ് 2016-20 ആ വർഷത്തിലായിട്ടുള്ള എക്സ്പെൻസുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഐറ്റം അതുപോലെ റുപ്പീസ്. റെൻറ്റ് 10,800, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിങ് 54,000, ഡിപ്രിസിയേഷൻ അതർ അസറ്റ് 42,000, ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ് 9,600, ഇഷ്യൂസ് ഓഫ് പ്ലാന്റ് 8,400, റെൻറ്റ് റേറ്റ് ടാക്സസ് 3,000, ലൈറ്റിങ് 12,800, പവർ 16,500, സ്റ്റോർ ഓവർഹെഡ് 5,400, സബ്സിഡറി ടു ക്യാൻറ്റീന് 15,600. ഇങ്ങനെയാണ് അതിൻ്റെ ഐറ്റംസ് വന്നിട്ടുള്ളത്. ഇതിന് അപ്രോപ്രിയേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്സ് ദ ഫോളോയിങ് ഫർദർ ഡാറ്റ. അതായത് ABCD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ പറഞ്ഞ ബേസിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഈ എമൗണ്ടുകൾ കൊടുക്കേണ്ടി എന്നുള്ളതാണ് താഴെ കൊടുത്തത്. ഏരിയയുടെ ബേസിൽ ABCDക്ക് 3,000, 4,000, 4,000, 2,000, 2,000 എന്നുള്ളതാണ്. അതുപോലെ നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസ്, വാല്യൂ ഓഫ് അസറ്റിൻ്റെ ബേസ്, അതാണ് ബിൽഡിങ്, നമ്പർ ഓഫ് ലൈറ്റിംഗ് പോയിൻ്റ്, ഹോഴ്സ് പവർ ഓഫ് മെഷീൻ, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂമഡ്, ഇതിൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് നോക്കിയതിന് ശേഷം അതിന് സൂട്ടബിളായിട്ടുള്ള ബേസ് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് വൃത്തിയായിട്ട് നോട്ടിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം